നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ ഡിവൈഎഫ്ഐ RSS സംഘർഷം, 4 പേർക്ക് പരിക്ക്. ഇവർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഗുരുവായൂരിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. തെക്കഞ്ചേരി അമ്പലത്തെ വീട്ടിൽ ഹനീഫയുടെ മകളും വെളിയങ്കോട് സ്വദേശി റഫീഖിന്റെ ഭാര്യയുമായ 36 വയസ്സുള്ള അജി എന്ന റൂസീനയാണ് മരിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:55 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങിയവരെ ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് പുറത്തെടുത്തത്. കടുത്ത ജലക്ഷാമം. ഗുരുവായൂർ GAPS സ്കൂളിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി. നഗരമധ്യത്തിലെ മഞ്ജുലാലിന് സമീപത്തുള്ള സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനും പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനും വെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് അവധി നൽകിയത്. ദേശീയപാത നിർമ്മാണം. മന്ദലാംകുന്ന് ചാക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനായി ജില്ലാ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരിൽ നിന്ന് അഭിപ്രായം തേടി ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് കളക്ടറുടെ ഉറപ്പ്. വാർത്തകൾ വിശദമായി. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ ഡിവൈഎഫ്ഐ RSS സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറ്റുമുറിയിലെ ഗ്രാമീണ കലാവേദി ക്ലബ്ബും തകർത്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി പെരുന്തുരുത്തി സെന്ററിലാണ് ഡിവൈഎഫ്ഐ RSS പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ആണ്ടിപ്പാട്ടിൽ അലി റിസ, മുഹമ്മദ് ഹിഷാം എന്നിവരെ കുന്നംകുളം റോയൽ ആശുപത്രിയിലും BJP പ്രവർത്തകരായ ആദിത്യൻ, കൃഷ്ണ എന്നിവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് പടിഞ്ഞാറ്റുമുറി ഗ്രാമീണ കലാവേദി ക്ലബ്ബിന് നേരെ ആക്രമണം ഉണ്ടായത്. സംഘസേന എന്ന ക്ലബ്ബ് ആക്രമിക്കുകയും BJP പ്രവർത്തകരെ ആക്രമിക്കുകയുമാണ് ഉണ്ടായതെന്ന് BJP ആരോപിച്ചു. എന്നാൽ RSS പ്രവർത്തകർ സംഘമായി എത്തി ഗ്രാമീണ കലാവേദി തകർക്കുകയാണ് ചെയ്തതെന്ന് CPM ആരോപിച്ചു. 2 മാസം മുൻപ് പെരുന്തുരുത്തി സെന്ററിലെ യൂസഫ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തകർത്തിരുന്നു. പെരുന്തുരുത്തി ഗ്രാമീണ കലാവേദിക്ക് നേരെ നടന്ന അക്രമത്തിൽ CPM ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവസ്ഥലം CPM നേതാക്കളായ M. ബാലാജി, MN സത്യൻ, K. കൊച്ചനിയൻ, MN മുരളീധരൻ, NK ഹരിദാസൻ, TC ചെറിയാൻ, VK ബാബുരാജ്, KR ബിനോഷ്, AY അഷ്റഫ്, നിതിൻ വിജയൻ എന്നിവർ സന്ദർശിച്ചു. പോലീസ് അധികാരികൾക്ക് ക്ലബ്ബ് ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. അർദ്ധരാത്രി നടത്തിയ അക്രമത്തിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. ചാവക്കാട് തെക്കഞ്ചേരി അമ്പലത്തെ വീട്ടിൽ ഹനീഫയുടെ മകളും വെളിയങ്കോട് സ്വദേശി റഫീഖിന്റെ ഭാര്യയുമായ അജി എന്ന റൂസീനയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഭർത്താവ് റഫീഖിനെ പരിക്കുകളോടെ മുതോട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ ഗുരുവായൂർ തെക്കനട ഔട്ടർ റിംഗ് റോഡിലാണ് അപകടം. ഇവർ റോഡിൽ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ട പോലീസാണ് ആംബുലൻസ് വരുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:55 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സോഡ ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന അരി കയറ്റിയ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഗ്യാസ് സിലിണ്ടർ ലോറിയിലെ ഡ്രൈവർ പന്തല്ലൂർ എട്ടാംപുറം സ്വദേശി ജാസൻ, സഹായി ചൊവ്വന്നൂർ കല്ലായി സ്വദേശി ഡേവിഡ് എന്നിവർ വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് പുറത്തെടുത്തത്. തലയ്ക്കും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റ ഇവരെ അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. രാവിലെ 7 മണി മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിന് തൊട്ടുമുമ്പാണ് ഇന്നത്തെ അപകടമുണ്ടായത്. രാവിലെ 7 മുതൽ രാത്രി 11 മണിവരെയാണ് സിഗ്നൽ പ്രവർത്തിക്കുന്നത്.
മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തതാണ് അപകടങ്ങൾ പെരുകാൻ പ്രധാന കാരണം എന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാക്കുമെന്നും റോഡിലെ 4 ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുമെന്നും AC മൊയ്തീൻ MLA അറിയിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ നടപടികളൊന്നും ഇതുവരെയും റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച കിഫ്ബിയും പൊതുമരാമത്ത് അധികൃതരും കൈക്കൊണ്ടിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. നേർച്ച ആഘോഷങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾക്കകം പ്രദേശം ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തി. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി പള്ളി പരിസരത്തും നഗരത്തിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മാസ് ക്ലീനിങ്ങിലൂടെ നീക്കം ചെയ്തത്. നഗരസഭാ ചെയർമാൻ H. അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P. യതീന്ദ്രദാസ്, K. H. സലാം, സുബൂറ, K. P. രഞ്ജിത്ത് കുമാർ, 20ാം വാർഡ് കൗൺസിലർ M. N. റൌഫ്, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ B. ദിലീപ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M. ഷമീർ, മറ്റ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജലക്ഷാമത്തെ തുടർന്ന് ഗുരുവായൂർ GAP സ്കൂളിന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി. നഗരമധ്യത്തിലെ മഞ്ജുലാലിന് സമീപത്തുള്ള സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുവാനും പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനും വെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് സ്കൂളിന് അവധി നൽകിയത്. ഗുരുവായൂർ KSEB സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. കറന്റ് ഇല്ലാതായതോടെ സ്കൂളിൽ മോട്ടോർ പ്രവർത്തിക്കാത്തതിനാൽ വെള്ളത്തിന് ക്ഷാമമായി. കിണറ്റിൽ നിന്നും ടാങ്കിലേക്ക് പമ്പ് ചെയ്താണ് സ്കൂൾ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നത്. സ്കൂളിൽ 1500 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണുള്ളത്. 420 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഇവർക്ക് ഇത്രയും വെള്ളം മതിയാകില്ല. 3 ടാങ്കിൽ അധികം വെള്ളം ദിവസവും വേണ്ടിവരുന്നതായി അധ്യാപകർ പറഞ്ഞു. ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളിൽ പകുതിയോളം പേർ കൈകഴുകി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തീർന്നു. ഇതോടെ കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കുടിവെള്ളം ഉപയോഗിച്ച് കൈയും പാത്രവും കഴുകി വെള്ളം തീർന്നതോടെ നിരവധി കുട്ടികൾ ബുദ്ധിമുട്ടിലായി. സ്കൂൾ അധികൃതർ വിവരമറിയിച്ചതനുസരിച്ച് നഗരസഭയിൽ നിന്നും കുടിവെള്ളം എത്തിച്ചു താൽക്കാലികമായി പരിഹാരം കണ്ടു. നഗരത്തിൽ വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. പരിസര പ്രദേശങ്ങളിൽ നിന്നും ടാങ്കറിൽ കുടിവെള്ളം കൊണ്ടുവന്നാണ് ഇതിന് പരിഹാരം കാണുന്നത്. ഫെബ്രുവരിയോടെ സ്കൂൾ കിണറ്റിലെ വെള്ളം ചുവപ്പ് നിറമാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ കുടിവെള്ള വിതരണമാണ് ഏകാശ്രയം. അതേസമയം സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ കുടിവെള്ള സംഭരണത്തിനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടവല്ലൂർ ഏകാദശിയുടെ ഭാഗമായി നൽകിവരുന്ന പ്രശസ്ത മദ്ദള കലാകാരൻ കടവല്ലൂർ അരവിന്ദാക്ഷന്റെ നാമധേയത്തിലുള്ള 31ാമത് പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും നടന്നു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കുമരനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് പൂരം കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. മദ്ദള കലാകാരൻ ചോറ്റാനിക്കര സുരേന്ദ്രൻ മാരാർക്ക് പുരസ്കാരം സമ്മാനിച്ചു. പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള കലാമണ്ഡലം മദ്ദളം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരിദാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കടവല്ലൂർ ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണം മന്ദലാംകുന്ന് ചാക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനായി കളക്ടറേറ്റിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിൽ നിന്ന് കൂടുതൽ മണ്ണെടുത്തതോടെ കൂടുതൽ താഴ്ചയിലായിരിക്കുകയാണ് പ്രദേശം. കാന നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇരുഭാഗങ്ങളിൽ നിന്നും സ്പീഡ് ട്രാക്കിന്റെ പടിഞ്ഞാറു ഭാഗത്തു നിന്നും വെള്ളം ഒലിച്ചു വന്ന് കാന നിറഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്. ഇതുമൂലം കഴിഞ്ഞ 2 വർഷമായി പ്രദേശത്തെ 50ഓളം വീട്ടുകാർ വലിയ ദുരിതത്തിലാണ്. നാട്ടുകാരുടെ പരാതിയുടെയും പ്രതിഷേധത്തെയും തുടർന്ന് പലപോം വഴികൾ തേടിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ നിലവിലെ വാർഡ് മെമ്പറും പൊന്നയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സൈനബ ഷുക്കൂറിന്റെ ഇടപെടലിനെ തുടർന്ന് പൊന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിക്കുകയും തുടർ പ്രവൃത്തികൾക്കായി കളക്ടറുമായി ചർച്ച ഒരുക്കുകയുമായിരുന്നു. വ്യാഴാഴ്ച കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിക്ക് പുറമെ വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബൈദ പാലക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, മുൻ ബ്ലോക്ക് മെമ്പർ മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രശ്നങ്ങൾ നേരിടുന്നവരിൽ നിന്നും അഭിപ്രായം തേടി ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന കളക്ടറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടത്താനും തീരുമാനമായി. ഇതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടായി കളക്ടർക്ക് കൈമാറുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഉള്ള വെള്ളക്കെട്ട് നീക്കാൻ വേണ്ടി നിലവിൽ വെച്ച പദ്ധതി അത്
പ്രായോഗികമല്ലാവെന്നും ഇവിടുത്തെ പുന്നിയൂർക്കുളത്തെ ആ പ്രദേശത്തെ ആളുകളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കളക്ടർ അക്കാര്യത്തിലൊരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ദേശീയപാത അധികൃതരെ കൊണ്ട് അത് ചെയ്ത് തരാമെന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച പ്രായോഗികമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ ആ ഭാഗത്തു നിന്നുള്ള ആളുകളിൽ നിന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ കമ്മിറ്റി എത്തും. ഗുരുവായൂരിൽ അതിഥി തൊഴിലാളികൾക്ക് HIV പരിശോധന നിർബന്ധമാക്കി ടെമ്പിൾ പോലീസ്. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ HIV ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കിയത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ കീഴിൽ 1000-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് വിവരം. ക്ഷേത്ര നഗരിയിലെ സ്ഥാപനങ്ങളിൽ 90% ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. കെട്ടിട നിർമ്മാണ രംഗത്തും ഹോട്ടൽ മേഖലകളിലും ഇവർ സജീവമാണ്. ഏജന്റുമാർ മുഖേനയാണ് പ്രധാനമായും ഇവർ ജോലിക്കായി എത്തുന്നത്. ഏജന്റുമാർ തൊഴിലാളികളെ താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തി HIV പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ജ്യോതിസ് എന്ന പദ്ധതി ഇതിനായി ഉപയോഗപ്പെടുത്തണം. പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് ഏജന്റുമാർ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും ടെമ്പിൾ പോലീസ് അറിയിച്ചു. ഇപ്പോൾ ഈയിടെ കുറച്ച് മാസങ്ങളായി നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടത്തിയ സർവേ പ്രകാരവും പരിശോധന പ്രകാരവും HIV ബാധിതരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സെക്സ് വർക്കേഴ്സ് ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലും മറ്റും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾക്കിടയിലും HIV വ്യാപനം അവരുടെ ഇടയിലും കൂടി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് പോലീസ് തീർച്ചയായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗജവീരന്മാരുടെ തലയെടുപ്പിൽ കാവലക്കാട് പൂരം ആവേശമുഖരിതമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയും ഗജവീരന്മാരുടെ തലയെടുപ്പും ഭക്തജനങ്ങളുടെ പങ്കാളിത്തവും കൊണ്ട് കാവലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരം മഹോത്സവം ആവേശമുഖരിതമായി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ 16 ഗജവീരന്മാർ അണിനിരുന്ന വർണ്ണാഭമായ കൂട്ടിയെഴുന്നള്ളിപ്പ് പൂരപ്രേമികൾക്ക് ദൃശ്യവിരുന്നായി മാറി. പൂരദിവസമായി ഇന്ന് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകളുടെയും നടക്കൽ പറയോടും കൂടിയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ദേവസ്വം പൂരം ഉൾപ്പെടെയുള്ള പ്രാദേശിക പൂരങ്ങളുടെ വരവാരംഭിച്ചു. കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വൈകിട്ട് 5:30 ദേശപൂരങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം ആരംഭിച്ചു. 7 മണിയോടെ വേല തെയ്യം ആഘോഷങ്ങളുടെ വരവുണ്ടായി. വൈകിട്ട് 7:30 പൂരങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പൂരപ്പറമ്പിലെ താരരാജാക്കന്മാരായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി സാധു, തിരുവാണിക്കാവ് രാജഗോപാൽ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പാമ്പാടി രാജൻ, അക്കിക്കാവ് കാർത്തികേയൻ തുടങ്ങിയ പ്രമുഖ ഗജവീരന്മാർ എഴുന്നള്ളിപ്പിന് മാറ്റേകി. കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി 70-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം ആവേശം പകർന്നു. ആനപ്പൂരത്തിൽ 12 കമ്മിറ്റികളും വേല തെയ്യം ആഘോഷങ്ങളിൽ 4 കമ്മിറ്റികളും പങ്കാളികളായി. കുന്നംകുളം പന്തലൂർ ശിവഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 1-ന് വെടിക്കെട്ട് പൊതുദർശനത്തിന് അനുമതി നിരസിച്ച് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഫോടക വസ്തു ചട്ടപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലും പൊതുജന സുരക്ഷ മുൻനിർത്തിയും വെടിക്കെട്ടിനുള്ള അപേക്ഷ നിരസിച്ചതായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. കേച്ചേരി KSEB അറിയിപ്പ്. അധിക കണക്റ്റഡ് ലോഡ് വെളിപ്പെടുത്താൻ അവസരം ലഭിക്കുന്നു. ഉപഭോക്താക്കൾക്ക് അധിക വൈദ്യുതി ലോഡ് ക്രമപ്പെടുത്തുവാൻ അപേക്ഷ സമർപ്പിക്കാൻ മാർച്ച് 31 വരെ അവസരമുണ്ടായിരിക്കുമെന്ന് KSEB കേച്ചേരി സെക്ഷൻ അധികൃതർ അറിയിച്ചു. അപേക്ഷാ ഫീസ്, ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, വയറിംഗ് കോൺട്രാക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 5 വ്യാഴാഴ്ചയാണ് ആറാട്ട്. വെള്ളിയാഴ്ച വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം
ക്ഷേത്രം തന്ത്രി പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജയ്ക്ക് ശേഷം കൊടിയേറ്റം നടന്നു. അശ്വിൻ തിരുമേനി, ഹരി തിരുമേനി, അവണാവ് നാരായണൻ തിരുമേനി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ശേഷം അന്നദാനമുണ്ടായി. തുടർ ദിവസങ്ങളിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, വിളക്കിന് എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവയും ഉണ്ടാകും. ഉത്സവ ദിനത്തിലെ പ്രധാന ചടങ്ങായ പള്ളിവേട്ട ബുധനാഴ്ചയും ആറാട്ട് വ്യാഴാഴ്ചയും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ നേതൃത്വം നൽകും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. ഫെബ്രുവരി 7-8 തീയതികളിലാണ് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ നടന്ന പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ ജോഷി ആളൂർ കൊടികയറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികനായി. നടത്തുകൈക്കാരൻ KA ബേബി, കൈക്കാരന്മാരായ ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ ജനറൽ കൺവീനർ MK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 6 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നവനാൾ കുർബാനകൾ ഉണ്ടാകും. ഫെബ്രുവരി 7 ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ആഘോഷമായ കുർബാന, തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കൽ, വിവിധ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് വള ആശീർവദിക്കലും നടക്കും. വൈകിട്ട് 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള സമാപനം. ഫെബ്രുവരി 8 തീയതി ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, 10:30 ആഘോഷമായ തിരുനാൾ കുർബാന, ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. കാട്ടകാമ്പാൽ പഞ്ചായത്തും പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സജിത്ത്, ഡോക്ടർ പ്രവീൺ ജോൺ, KU ജയശ്രീ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജെഡ്സി മാത്യു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജോർസി പോൾസനെ ചടങ്ങിൽ ആദരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവരും സംഗമത്തിൽ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭയുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കേരളീയ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ശില്പശാല ചർച്ച ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. രോഗാതുരതയും കേരള സമൂഹവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ആർദ്രം കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജിത്ത്, തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ, ഡോക്ടർ MK ലോഹിതാക്ഷൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൻസി, ആർഷ ജിജു, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. V മനോജ് കുമാർ, K രാജൻ മാസ്റ്റർ, TA വേലായുധൻ, K സോമൻ മാസ്റ്റർ, TA പ്രേമരാജൻ എന്നിവർ നേതൃത്വം നൽകി. സംഘടക സമിതി കോർഡിനേറ്റർ K മനോഹരൻ സ്വാഗതവും KV വിജയൻ നന്ദിയും പറഞ്ഞു. വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് വെള്ളാട്ടഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴ്ക്കാവ് വേലയും നടന്നു. രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി, കെട്ടുമുക്ക്, നോർത്തേൺ ക്രൂ, പുഷ്പാഞ്ജലി, ഉദയം, ന്യൂഋതം, പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി. പുലർച്ചെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വെള്ളാട്ടഞ്ഞൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാത്രിപൂരം എഴുന്നള്ളിപ്പും മേളത്തോടെ താലപ്പൊലിയും നടന്നു. ശേഷം ക്ഷേത്ര വടക്കുംഭാഗത്ത് ഗുരുതി പൂജയും ഉണ്ടായി. ഗുരുതി ചടങ്ങുകൾക്ക് കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, ദീപാരാധന, നിറമാല, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവയും ഉണ്ടായി. 3 ദിവസങ്ങളിലാണ് ദേശപ്പറയെടുപ്പ് നടന്നത്. ജനുവരി 27-ന് നടക്കൽപ്പറയ്ക്ക് ശേഷം വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, വെങ്ങിലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലായിരുന്നു പറയെടുപ്പ്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ് അയ്യർ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, TP അജിത് കുമാർ, KS ബാബു, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഗ്രാമത്തിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റംപാട്ട് അനുഷ്ഠാന കലകളിൽ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലത്തിൽ പ്രധാന കണ്ണിയാണ്.
വെള്ളാട്ടഞ്ഞർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആചാരങ്ങൾ തെറ്റാതെയുള്ള തോറ്റംപാട്ട് വേറിട്ട കാഴ്ചയായി. ദേവീയ യാത്രയുടെ കഥ പറയുന്ന തോറ്റംപാട്ട് ഇന്ന് കാവുകൾ കന്യമാവുകയാണ്. കിഴക്കോരു വെള്ളപ്പം നാട് എന്ന സ്വർഗത്തിൽ നിന്നും അതാത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന ദേവിമാരുടെ കഥകളാണ് ദേശങ്ങളിലെ നാട്ടുത്സവത്തിൽ തോറ്റംപാട്ടായി അവതരിപ്പിച്ചിരുന്നത്. പല കാവുകളിൽ നിന്നും അപ്രത്യക്ഷമായ അവസ്ഥയാണ് ഇന്ന് തോറ്റംപാട്ട്. ഭഗവതിമാരുടെ സഞ്ചാരവും തുടർന്ന് കാവുകളിൽ കുടിയിരിക്കുന്നതുവരെയുള്ള കഥകൾ ജനമറിഞ്ഞിരുന്നത് തോറ്റംപാട്ടിലൂടെയായിരുന്നു. പുതുതലമുറയ്ക്ക് പഴയകാല അനുഷ്ഠാന കർമ്മങ്ങളിൽ വന്ന അകൽച്ചയാണ് ഈ കല ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ദേശാടന കാലയളവിൽ വിശ്രമത്തിനായി വെയിലത്തിരുന്ന ദേവിക്ക് 16 കമ്പുള്ള വെള്ളാട്ടു വെൺകുട പണിതീർത്തത് പാക്കനാരാണ്. കുട ചൂടിക്കൊടുത്തതിന്റെ പ്രതീകമായാണ് കുരുത്തോല കൊണ്ടലങ്കരിച്ച ഓലക്കുടയുമായി കീഴേക്കാവിലെ വേല കൊട്ടിക്കയറാറുള്ളത്. പല കാവുകളിലും ഭഗവതിമാർ ഓലക്കുടയ്ക്കു മുകളിലോ കീഴെയോ വന്നുവെന്ന ഐതിഹ്യമാണുള്ളത്. ദേവി ഏത് ദേശത്തിരുന്നാലും ഓലക്കുട കെട്ടി ചൂടിക്കുവാനും തോറ്റം പാടാനുമുള്ള അവകാശവും പാക്കനാർക്ക് മാത്രമാണ്. കൂട്ടുമൂച്ചിക്കൽ കൊടപ്പാടം വയലിൽ വെയിലത്തിരുന്ന ദേവിക്ക് ദാഹശമനത്തിനായി അതുവഴി വന്ന ചെത്തുകാരൻ കള്ള് നൽകിയതുമായ കഥകളും പറയപ്പെടുന്നുണ്ട്. പ്രതിഷ്ഠയ്ക്ക് ശേഷം മധുവേലയായി ഉത്സവം ആഘോഷിച്ചിരുന്നു. പിന്നീടത് ആനപ്പൂരത്തിന് വഴിമാറി. കീഴേക്കാവ് വേലയിലെ ദേവീ സാന്നിധ്യം ദേശത്തിലെ ഭവനങ്ങളിൽ എത്തിച്ചതിനു ശേഷം നാടൻ കലാരൂപങ്ങളുമായാണ് ക്ഷേത്രത്തിൽ വേല കയറിയത്. അതിനുശേഷം 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടുനിൽക്കുന്ന തോറ്റംപാട്ടിനു ശേഷം വെള്ളാട്ട് വെൺകുട ഭഗവതിക്ക് സമർപ്പിച്ചാണ് ചടങ്ങ് അവസാനിക്കുന്നത്. വാമൊഴിയായി പകർന്നുകൊടുത്തു പോരുന്ന തോറ്റംപാട്ട് പുതുതലമുറയ്ക്ക് അന്യമാകുമ്പോൾ ഒരു ദേശത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ അറിവും ദേവീയ യാത്രയുടെ കഥയും കൂടിയാണ് നഷ്ടമാകുന്നത്. 14-കാരന് നേർക്ക് ലൈംഗികാതിക്രമം നടത്തിയ 47-കാരനെ ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി 11 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഗുരുവായൂർ പൂക്കോട് തൊഴിയൂർ മാകുന്നത്തിൽ വീട്ടിൽ മുഹമ്മദ് മകൻ കാസിമിനെയാണ് കോടതി ശിക്ഷിച്ചത്. ഹോട്ടലിലേക്ക് വിളിച്ചു കയറ്റി കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 11 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ അടയ്ക്കാനും വിധിക്കുകയായിരുന്നു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ VC സൂരജാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. SI ഷബീബ് റഹ്മാൻ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി 16 സാക്ഷികളെ വിസ്തരിക്കുകയും 16 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2025-2026 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള മുട്ടക്കോഴി വിതരണം 2ാം ഘട്ടത്തിൽ നടന്നു. വഴുവഞ്ചേരി മൃഗാശുപത്രി അങ്കണത്തിൽ നടന്ന മുട്ടക്കോഴി വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ അധ്യക്ഷയായി. വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികൾ, മൃഗാശുപത്രി ജീവനക്കാർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന KM മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു. കേരള കോൺഗ്രസ് എം കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്നിത്തടം കനിവ് വൃദ്ധസദനത്തിൽ നടന്ന ദിനാചരണം കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. PS രാജൻ, VK സുമൻ, NJ ജയ്മോൻ, KB ബജേഷ്, CF റോബിൻ, സിജോ ചുങ്കത്ത്, NL ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കനിവിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. PMK ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ മുഖ്യാതിഥിയായി. വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണ്ണി പാലിയേറ്റീവ് നഴ്സുമാരെ ആദരിച്ചു. പാലിയേറ്റീവ് നഴ്സ് മിനി ബാബു പാലിയേറ്റീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കേക്കാട് ഹെൽത്ത് സൂപ്പർവൈസർ ഹരിദാസൻ നേതൃത്വം നൽകി. സംഗമത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് രോഗികൾ, ആശാവർക്കർമാർ,
വാർഡ് മെമ്പർമാർ, ആരോഗ്യപ്രവർത്തകർ എന്നിവരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ പാലിയേറ്റീവ് രോഗികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഡോക്ടർ റെജീന എന്നിവർ സംസാരിച്ചു. രോഗികൾക്ക് ഉച്ചഭക്ഷണം, ഭക്ഷണ കിറ്റ് എന്നിവ വിതരണം ചെയ്തു. വടക്കേകാട് CHC സൂപ്രണ്ട് ഡോക്ടർ ബ്ലസി പോൾ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് നന്ദിയും പറഞ്ഞു. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി. റോഡും തകർന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് 3 ഇടങ്ങളിലായി പൈപ്പ് പൊട്ടിയത്. നാട്ടുകാർ വിവരമറിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജല അതോറിറ്റി അധികൃതർ പൈപ്പ് ലൈൻ അടച്ചതോടുകൂടിയാണ് വെള്ളമൊഴുക്ക് നിലച്ചത്. അറ്റകുറ്റപ്പണിക്കായി പുതുതായി നിർമ്മിച്ച റോഡ് പൊളിക്കേണ്ടി വരും. പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ തണത്തറ പാലം വരെയും 4 കിലോമീറ്ററോളം ദൂരത്തിൽ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി റോഡ് തകർന്നിട്ടുണ്ട്. ഇവിടെ അപകടങ്ങളും പതിവാണ്. അറിയിപ്പ്. പാവർട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈൻ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ തകരാറിലായതിനാൽ കടവല്ലൂർ, കാട്ടകാമ്പൽ, പോർക്കുളം, വടക്കേക്കാട്, പുന്നിയൂർക്കുളം പഞ്ചായത്തുകളിൽ പൂർണ്ണമായും, കുന്നംകുളം നഗരസഭ പ്രദേശങ്ങളിൽ ഭാഗികമായും ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി കുന്നംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ജില്ലയിലെ കായിക ഭൂപടത്തിൽ ചരിത്രം കുറിക്കാൻ പോകുന്ന ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി നടക്കുന്ന തൃശൂർ കോസ്റ്റൽ മാരത്തോൺ ഫെബ്രുവരി 1 ചാവക്കാട് ബീച്ചിൽ നടക്കും. ജില്ലയിലെ ഏക കോസ്റ്റൽ മാരത്തോൺ എന്ന സവിശേഷതയുള്ള ഈ മത്സരത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 650-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും. ഞായറാഴ്ച പുലർച്ചെ 5:30-ക്ക് 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. 6:30-ക്കുള്ള റേസ് ഇസാഫ് ബാങ്ക് MD പോൾ തോമസും, 7 മണിക്ക് ഫാമിലി ഫൺ റൺ ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണനും ഫ്ലാഗ് ഓഫ് ചെയ്യും. ചാവക്കാട് താലൂക്ക് പരിധിയിലുള്ള +2 വരെയുള്ള കുട്ടികൾക്ക് ഒരു വിദ്യാലയത്തിൽ നിന്ന് 2 പേർക്ക് സൗജന്യ രജിസ്ട്രേഷനും പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. മാരത്തോൺ ജേഴ്സിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ VM മുനീർ, VC ജഗൻ, ഷമീം അലി, മറീന പോൾ, സജി ഐസക്, MP ജോർജ് എന്നിവർ പങ്കെടുത്തു. സാന്തോം ചർച്ച് ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും വിശുദ്ധ തോമസ് ലീഹയുടെയും സംയുക്ത തിരുനാളാണ് ഇടവകയിൽ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് ആളൂർ ഇടവക വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് 7 മണിക്ക് തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും ഉണ്ടാകും. മെൽബൺ രൂപത ബിഷപ്പ് എമിററ്റ്സ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഇടവകാംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനാകും. രാത്രി 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 4:30-ന് ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് വിസ്മയ കാഴ്ചയൊരുക്കുന്ന വർണ്ണമഴ അരങ്ങേറും. ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ജനകീയാസൂത്രണം 2025-2026 നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി എള്ള് ഡേഞ്ച വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി സോമൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV വിജിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. പഞ്ചായത്ത് അംഗങ്ങളായ K ഗോവിന്ദൻകുട്ടി, മണികണ്ഠൻ, ഷീജ ആനന്ദൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷി ദിനം ആചരിച്ച നാട്. വിവിധങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനവും തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും നടത്തി. 10ാം വാർഡ് തിരുവത്രയിലെ ഗാന്ധി സ്തൂപം പരിസരത്ത് നടന്ന ദിനാചരണം കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, ആൻലി ജിബി, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോബി ഫ്രാൻസിസ്, ഡയറക്ടർ സിംസൺ കൂത്തൂർ,
കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കുന്നംകുളം നിയോജകമണ്ഡലം ഗാന്ധി ദർശൻ വേദി ചെയർമാൻ VM രാജേഷ്, തൃശൂർ ജില്ലാ സെക്രട്ടറി അഖിൽ S നായർ, ഗാന്ധി ദർശൻ വേദി അംഗവും കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ മിഷ സെബാസ്റ്റ്യൻ, ഗുരുവായൂർ നിയോജകമണ്ഡലം ചെയർമാൻ ശശിധരൻ വൈലത്തൂർ, ജില്ലാ വനിതാവേദി വൈസ് ചെയർമാൻ ശൈലജ വിശ്വനാഥൻ, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ രാജു, ഹരിദാസൻ ചിറ്റഞ്ഞൂർ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. MK ജോസ്, MC ഐജു, CG ജോൺ, NK കബീർ, മീന ശലമോൻ, ഷാജി വർഗീസ്, നജീബ് കുമ്പത്തയിൽ, അനിത വിൻസെന്റ്, സുജാത തുളസി, റസാഖ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ 11-ാം വാർഡ് അയ്യമ്പറമ്പ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി ജോയ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഫ്രാൻസിസ് മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യപ്രഭാഷകൻ റജി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉണ്ണി ഏറത്ത് സ്വാഗതം പറഞ്ഞു. മുൻ കൗൺസിലർ EA രാജു, ട്രഷറർ TT ബിജു, സിറിയക് മണ്ടുമ്പാൽ, പോൾ മണ്ടുമ്പാൽ, ബ്ലോക്ക്, മണ്ഡലം, വാർഡ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ക്ലീൻ ആൻഡ് ഗ്രീൻ കാട്ടാക്കമ്പാൽ എന്ന ലക്ഷ്യത്തിലേക്ക് പഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ രംഗത്തിറങ്ങി. ഗാന്ധി സ്മരണ ദിനത്തിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി പൊതുയിടങ്ങളിൽ വളർന്നു നിൽക്കുന്ന പുല്ലും പൊന്തക്കാടുകളും വൃത്തിയാക്കി. പഞ്ചായത്തിലെ 400ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, MD കോളേജിലെയും പഴഞ്ഞി സ്കൂളിലെയും NSS വളണ്ടിയർമാർ, ആശാപ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങി 600ഓളം പേരാണ് ശുചീകരണത്തിൽ പങ്കെടുത്തത്. പഞ്ചായത്തിന്റെ അതിർത്തിയായ അരുവായിൽ നിന്നാരംഭിച്ച ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ 10 ബാച്ചുകളിലായി 600ഓളം പേർ ശുചീകരണ യജ്ഞത്തിൽ അണിനിരന്നു. പങ്കാളികളായവർക്ക് മാസ്ക്, ഗ്ലൗസ്, വെള്ളം, ഭക്ഷണം എന്നിവയും പുല്ലും മറ്റും കൊണ്ടുപോകാൻ ഉപകരണങ്ങൾ, JCB, ടിപ്പർ എന്നിവയും സജ്ജമാക്കിയിരുന്നു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഹാഷിം അച്ചാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നയൂർകുളത്ത് കോൺഗ്രസ് 17, 18 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമവും നടത്തി. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മൂസ ആലത്തയിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ഭാരവാഹികളായ സുലൈമാൻ ഹാജി, ചാലിൽ മൊയ്തുണ്ണി, റാഫി മാലിക്കുളം, അൻവർ അസൈനാരകത്ത്, കോൺഗ്രസ് നേതാക്കളായ PK മുഹമ്മദ് കുട്ടി, കോലായിൽ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് അഷ്റഫ് ചാലിൽ സ്വാഗതവും തൊഴിലുറപ്പ് മാറ്റ് ഷാനിബ മൊയ്തുണ്ണി നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് മാമ ബസാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ലിയാഖത്ത് ചാവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. AV മജീദ്, RV ഫൈസൽ, ചാക്കോ ചൊവ്വല്ലൂർ, ജിഫ്രി, സനീഷ്, കബീർ, ഹംസ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജഗദേവദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി CK സുലൈമാൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് MM എന്നിവർ സംസാരിച്ചു. ജയരാജ്, മൈമുണ്ണി, അസീസ്, ലത്തീഫ്, ശശികുമാർ, മജീദ് എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റിന്റെ 34-ാം വാർഷിക സമ്മേളനം നഗരസഭ CV സ്മാരക ഹാളിൽ ചേർന്നു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KSSP യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV മെജോ ബ്രൈറ്റ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ പ്രവർത്തന റിപ്പോർട്ടും TA പ്രേമരാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CG ജോബ്രാജ്, MK സുകുമാരൻ, മുഹമ്മദ് ഉണ്ണി, വേലു, KG പാറുകുട്ടി, VC ഗീവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നും അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായി. VR അബി പ്രസിഡന്റ്, T രാജഗോപാൽ സെക്രട്ടറി, TA പ്രേമരാജൻ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി സമ്മേളനം തെരഞ്ഞെടുത്തു. EEP പദ്ധതിയുടെ ഭാഗമായി കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കോ ക്ലബ്ബ്, ഹരിതസേന, ലിറ്റിൽ കൈറ്റ്സ്, JRC എന്നീ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മിഷൻ ക്ലീൻ ബീച്ച് എന്ന പേരിൽ മന്ദലാംകുന്ന് ബീച്ച് ശുചീകരണം നടത്തി.
പ്രധാനാധ്യാപകൻ PM ജയരാജന്റെ അധ്യക്ഷതയിൽ നടന്ന ശുചീകരണ യജ്ഞം പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 50ഓളം കുട്ടികളും 10ഓളം അധ്യാപകരും പങ്കെടുത്തു. പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പുന്നൂർ പഞ്ചായത്ത് അംഗം ടി ആയിഷ, PTA എക്സിക്യൂട്ടീവ് അംഗം റിയാസ് കുന്നമ്പത്ത് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ നാസർ ഹുസൈൻ, സുജിത് എസ് അടുക്കത്ത്, വികാസ് KV, ആസിയ, ഗസിൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 15,510 രൂപ, സ്വർണം പവന് 1,24,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 380 രൂപ. ചർമ്മം കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റും ആദൂർ മഹല്ല സെക്രട്ടറിയുമായ MP റഫീഖ് തങ്ങളുടെ പിതാവ് ആദൂർ മാനാത്ത് പറമ്പിൽ പൂക്കോയ തങ്ങളുടെ മകൻ പൂക്കുഞ്ഞു തങ്ങൾ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ആദൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഐഷയാണ് ഭാര്യ. മൈമൂന, ഇബ്രാഹിം, റസിയ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ആലുങ്ങൽ പരേതനായ അഹമ്മദുണ്ണിയുടെ ഭാര്യ കുഞ്ഞിമ്മ നിര്യാതയായി. 101 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. മുഹമ്മദ് കുട്ടി, അബ്ദുൽ സലാം, ഫാത്തിമ എന്നിവർ മക്കളാണ്. ചാവക്കാട് സ്വദേശി ഒമാനിൽ വെച്ച് മരിച്ചു. മണത്തല പള്ളിക്ക് പുറകുവശം താമസിക്കുന്ന പുതുവീട്ടിൽ തൊട്ടാപ്പിൽ ഷാഹുവിന്റെ മകൻ 50 വയസ്സുള്ള ഷാജിദാണ് ഒമാനിലെ മസ്കറ്റ് റൂവിയയിൽ മരിച്ചത്. ഗൗല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കും. തരുവത്ത് പീടികയിൽ ജമീല മാതാവും ഹമീദ ഭാര്യയുമാണ്. ആദിൽ, ഫസ എന്നിവർ മക്കളാണ്. കടപ്പുറം അഞ്ചങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന കല്ലിങ്കിൽ മാമദ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം അഞ്ചങ്ങാടി ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ബിവാത്തുമോൾ ഭാര്യയും ഹസീന മകളുമാണ്. കാട്ടകമ്പാൽ ചിറക്കൽ പയ്യുവളപ്പിൽ കുഞ്ഞുമോൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നബീസുവാണ് ഭാര്യ. ബാബു, ഷമീർ, നബീൽ, നസീറ എന്നിവർ മക്കളാണ്. കുന്നുകുളം അയ്യപ്പത്ത് റോഡ് കൂത്തൂർ പരേതനായ കൊച്ചു ഭാര്യ സൂസന്ന നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. വിൻസൻ മകനാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ DYFI RSS സംഘർഷം, 4 പേർക്ക് പരിക്ക്. ഇവർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഗുരുവായൂരിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. തെക്കഞ്ചേരി അമ്പലത്ത് വീട്ടിൽ ഹനീഫയുടെ മകളും വെളിയങ്കോട് സ്വദേശി റഫീഖിന്റെ ഭാര്യയുമായി 36 വയസ്സുള്ള അജി എന്ന റൂസിനെയാണ് മരിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:55 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച 2 പേർക്ക് സാരമായി പരിക്കേറ്റു. വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങിയവരെ ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് പുറത്തെടുത്തത്. കടുത്ത ജലക്ഷാമം. ഗുരുവായൂർ GUP സ്കൂളിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി. നഗരമധ്യത്തിലെ മഞ്ജുലാലിന് സമീപത്തുള്ള സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും വെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് അവധി നൽകിയത്. ദേശീയപാത നിർമ്മാണം. മന്ദലാകുന്ന ചക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരിൽ നിന്ന് അഭിപ്രായം തേടി ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് കളക്ടറുടെ ഉറപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.